ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ കല്യാണ വീടുകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം കുമ്പളങ്ങ ഇറച്ചിയും ഇറച്ചി വരട്ടിയതുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഈസി ആയിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിനായി ആദ്യം തന്നെ സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് കുക്കർ വെക്കുക. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കസ്കസ് ഇട്ടിട്ട് നന്നായി വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്തിട്ടിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന പോലെ വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്കിടാം. നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഫുൾ കോഴിയാണ് ഇതിലുള്ളത്. അത് മുഴുവൻ ഇട്ടിട്ട് നന്നായി വഴറ്റുക. വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു അരമുറി തേങ്ങ ചിരകിയതും കുറച്ച് പെരുംജീരകവും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റൗവിൽ ഒരു പാൻ വയ്ക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ വഴറ്റാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിന് പകുതിയോളം ചിക്കൻ എടുത്തിട്ട് ഈ എണ്ണയിലോട്ട് ഇടുക. അതിനുശേഷം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളകും നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി അടച്ച് വെച്ച് സിമ്മിൽ കുറച്ച് നേരം വേവിക്കുക. ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് കുമ്പളങ്ങ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർക്കുക. ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് ഉപ്പും കുരുമുളകും ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ അത് നന്നായി വേവിക്കും. ഇടയ്ക്ക് വരട്ടാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ കുക്കർ വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയി തുറന്നിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ തേങ്ങ അരപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക. ഇളക്കി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇറച്ചി റെഡി. അതുപോലെ ഇവിടെ ഇറച്ചി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ഇട്ടിട്ട് നന്നായി ഇളക്കുക. അങ്ങനെ നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങ ഇറച്ചിയും ഇറച്ചി വരട്ടിയതും ചോറിൻ്റെ കൂടെ ഇതുപോലെ ക്യാബേജ് തോരനും കുറച്ച് അച്ചാറും ഇട്ടിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.